നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കേവർക്കും പരിചിതമായ ഞെളു എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. വൈറ്റേസിയ കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ലിയ ഇൻഡിക്ക എന്നതാണ്. ഏകദേശം 2 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത സസ്യമാണിത്. പ്രധാനമായും നാട്ടും പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ഇത് കണ്ടുവരുന്നു. ഇതിൻ്റെ ഇലകൾ വളരെ വലിപ്പമുള്ളതും ഏകദേശം 15 സെൻറ്റിമീറ്ററോളം നീളത്തിൽ വരുന്നതുമാണ്. അതിൻ്റെ അഗ്രം അർക്കവാളിനോട് സാദൃശ്യമുള്ളതുമാണ്. ഇതിൻ്റെ പൂക്കൾ ചെറുതും പച്ച കലർന്ന വെള്ള നിറത്തിലുമാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഫലം ചെറുതും ഗോളാകൃതിയിലുള്ളതും ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. കുലകളായി കാണപ്പെടുന്ന ഇതിൻ്റെ ഫലം പാകമാകുമ്പോൾ കറുപ്പ് നിറത്തിലായി മാറുന്നു. പണ്ടുകാലങ്ങളിൽ ഈ സസ്യത്തിൻ്റെ തളിരില താളിയായും ഉപയോഗിച്ചു വന്നിരുന്നു. ധാരാളം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത്. ഇലയും വേരുമാണ് പ്രധാനമായ ഔഷധയോഗ്യ ഭാഗം. ശരീരത്തിന് തണുപ്പ് പ്രദാനം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണിത്. ദാഹം അകറ്റാൻ ഇത് നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ ഇലയും വേരും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. വയറുവേദന, വയറിളക്കം തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ ഞെളു ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമാണ്. അത് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൃമിക്ക് ഇതിൻ്റെ ഈ സ്വരസം എടുക്കുക, ലേശം തേൻ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃമി നശിക്കും. പിന്നെ ഇത് ശരീരത്തിൽ ചൂട് കുറയ്ക്കാൻ നല്ലൊരു ചെടിയാണ്. കാരണം ഇത് വളരെ തണുപ്പാണ്. അപ്പോൾ ഇത് ഒന്നിക്ക് ജ്യൂസ് അടിക്കുക, അല്ലെങ്കിൽ അത് നേരെ കഷായം വയ്ക്കുക, കഷായം വെച്ച് തണുപ്പിക്കുക, ലേശം ഈ ശർക്കര ചേർക്കുക. എന്നിട്ട് ദിവസേന ഒരു ഗ്ലാസ് കുടിച്ചാൽ ഈ വേനൽക്കാലത്ത് ശരീരം ചൂടാകുന്നതിന് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ മൂത്രം ചൂടായിട്ട് പോവുക, പിന്നെ ഈ മാസക്കുളി നിന്ന സമയത്ത് മെനോപോസൽ സിൻഡ്രോമിൽ ശരീരം ചൂടാവുന്നൊരു കണ്ടീഷനുണ്ട്. അതിൽ ഇതിൻ്റെ സ്വരസം എടുത്ത് തേൻ ചേർത്ത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അത് കുറയും.